അപ്പോൾ അതുപോലെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 6:30 മണി അടുപ്പിച്ചായതേ ഉള്ളൂ. 6:30 മണിയാകുമ്പോൾ അണ്ണന് പോകണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ചയുടെ നിന്ന് വൈകുന്നേരമാണ് വന്നത്. ശനിയാഴ്ചയാണ് ഞങ്ങൾ എൻഡോസ്കോപ്പി ചെയ്തത്. ഞായറാഴ്ച ദിവസം നമ്മളെ ICUവിൽ തന്നെയാണ് അമ്മ കിടന്നിരുന്നത്. എന്നിട്ടിപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയായി. അപ്പോൾ ഇന്ന് ഒരു CT സ്കാനും കൂടെ എടുത്തതിന് ശേഷം അമ്മയെ ഇങ്ങ് റൂമിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 9th ഫ്ലോർ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ അണ്ണനുണ്ട്. അപ്പോൾ അണ്ണൻ രാവിലെ പോവാനായിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അണ്ണൻ രാവിലെ പോയിട്ട് അണ്ണൻ ഏകദേശം വൈകുന്നേരം തിരിച്ചു വരും കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിലുള്ള ടൈം ടേബിൾ. പകൽ മൊത്തം ഞാൻ നിൽക്കുകയും രാത്രി അണ്ണനാണ് കേട്ടോ കൂട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിനകത്തുനിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ 9ാമത്തെ നിലയിലാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ. ഈ എന്താ പറയുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അമ്മ അഡ്മിറ്റായ ദിവസം അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് ബ്ലഡ് ബാങ്കിൽ നിന്നാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ സെയിം ബ്ലഡ് തന്നെ നമ്മളവിടെ തിരിച്ചേൽപ്പിക്കണം നമ്മൾ വരുന്നതിന് മുമ്പ്. അപ്പം ഇന്നിപ്പം നിരഞ്ജനയുടെ ഒരു ഫ്രണ്ട് മോൻ വന്നിരുന്നു ബ്ലഡ് തരാനായിട്ട്. അപ്പോൾ അമ്മയുടെ A പോസിറ്റീവ് ആയിരുന്നു. അപ്പം അത് കൊടുക്കാനായിട്ട് ചിറക്കരയിൽ നിന്നാണ് കേട്ടോ അവൻ വന്നത്. അപ്പം അവൻ്റെ ജോലി സ്ഥലത്തു നിന്നാണ് കേട്ടോ. അപ്പം പാരിപ്പള്ളിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ അവൻ വന്നത്. പണ്ട് ഈ ബ്ലഡ് കൊടുക്കുന്നതിനെ പറ്റി എൻ്റെ ഒരു ചെറിയ അറിവിൽ ജസ്റ്റ് നമ്മൾ പോയി നമ്മളെ ഗ്രൂപ്പ് അവരൊന്ന് നോക്കിയിട്ട് നമ്മളെന്നും ബ്ലഡ് എടുക്കുമെന്ന് തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു വൻ ചോദ്യാവലി തന്നെ ഉണ്ട് കേട്ടോ. പുകവലിയുണ്ടോ, മദ്യപാനമുണ്ടോ, നിങ്ങൾ ഇന്നലെ ഉറങ്ങിയോ, രാവിലെ എന്ത് കഴിച്ചു, നിങ്ങൾ ടാറ്റു കുത്തിയിട്ടുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ, എല്ലാം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അവൻ. അപ്പം വളരെ ഒരു ഉപകാരമാണ് നമുക്കവൻ ചെയ്തത് കേട്ടോ. എന്നിട്ട് അവൻ പെട്ടെന്ന് പോവുകയും ചെയ്തു കേട്ടോ. അവൻ്റെ ഒന്നും നല്ലപോലെ സംസാരിക്കാൻ പോലും പറ്റിയില്ല കേട്ടോ. അപ്പം ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന കുട്ടികൾ നമ്മളെയൊക്കെ സഹായിക്കുമ്പോൾ ഭയങ്കര അഭിമാനമാണ് കേട്ടോ തോന്നുന്നത്. അവർ ഒരു ലാഭേച്ഛയും കൂടാതാണ് കേട്ടോ അവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ CT സ്കാനൊക്കെ ചെയ്യാനായിട്ട് അമ്മയെ കൊണ്ടുപോയതിന് ശേഷം അമ്മ നമ്മളുടെ റൂമിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ 2-3 ദിവസത്തെ ICU വാസത്തിന് ശേഷമാണ് കേട്ടോ അമ്മ വെളിയിലോട്ട് വന്നേക്കുന്നത്. അപ്പം ICUവിൽ ഇത്രയും ദിവസം വലിയ തണുപ്പിലൊക്കെ നമ്മൾ ഒരേപോലെയൊക്കെ കിടക്കുമ്പോഴുള്ള ഒരു അവസ്ഥ ഭയങ്കരമാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അമ്മ വന്നേക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അപ്പം 2-3 ദിവസമൊക്കെ ആകുമ്പോഴേ അമ്മ ഒന്ന് നോർമൽ സ്റ്റേജിലേക്ക് വരത്തുള്ളൂ, ഒന്ന് ഫ്രഷ് ആവത്തുള്ളൂ അമ്മ കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും റിലേറ്റീവ്സൊക്കെ കുറേ പേര് കാണാനായിട്ട് വന്നു. അപ്പോൾ ഇതെൻ്റെ സാറിൻ്റെ അളിയനാണ് കേട്ടോ. അപ്പം അതുപോലെ അമ്മയുടെ ആങ്ങളയാണ് കേട്ടോ, ഇത് ഇളയ ആങ്ങള. പിന്നെ ഷെജി വന്നു, പിന്നെ അണ്ണൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ വന്നു. അപ്പം എല്ലാവരെയും കണ്ട് സന്തോഷമൊക്കെ ആയിട്ട് അമ്മ കിടക്കുകയാണ് കേട്ടോ.